പള്ളിച്ചട്ടമ്പി വിഷു റിലീസായിട്ട് എത്തിയ പടമാണ്. പടം കയ്യിൽ നിന്ന് പോയതിനെ എങ്ങനെയെങ്കിലും പൊക്കിയെടുക്കാനായിട്ട് അവരൊരു പ്രസ് മീറ്റ് പൃഥ്വിരാജ് സുകുമാരനെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ പ്രസ് മീറ്റിൽ പൃഥ്വിരാജിനോട് ഒരാൾ ചോദിച്ച ചോദ്യവും പുള്ളി കൊടുത്ത ഉത്തരവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ ലവർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ചു. കാര്യം നിലപാടുകളുടെ രാജകുമാരൻ എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, നിങ്ങളൊന്ന് കേട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ആ കാലഘട്ടത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ പോലെ ഈ സിനിമ വരുമ്പോൾ അതിൽ കുറച്ച് പൊളിറ്റിക്സ് ചർച്ച ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാകുമ്പം നമ്മളായിട്ട് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? ചില പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, ചിലതിനെ? അതിപ്പോ ഒരു പൊളിറ്റിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, ഈവൻ ജിയോ പൊളിറ്റിക്കൽ മേഖലകളിൽ തൊട്ട് സംസാരിക്കുന്ന സിനിമാ ആവിഷ്കരണങ്ങളിൽ എനിക്കെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ആ സിനിമയുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പ്രത്യേക നറേറ്റീവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എനിക്ക് ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് അപ്പീലിംഗ്. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നൊരു സിനിമ ആയിരിക്കില്ല. നേരെ മറിച്ച് ഓണസ്റ്റ് ആയിട്ടൊരു കഥ പറയുന്ന ഒരു സിനിമയാണ്. ആ കഥയിൽ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ആ കഥ പൂർണ്ണമാകൂ എന്ന രീതിയിലാണ് ഒരു സിനിമ ചെയ്യുന്നതെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കഥ അപ്പീലിംഗ് ആവണം. ആ കഥ അപ്പീലിംഗ് ആകണമെങ്കിൽ അതിന്റെ ഇന്റൻഷൻ ഓണസ്റ്റ് ആയിരിക്കണം. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന ഒരു സിനിമ ആകരുത്. സിനിമയുടെ ഉദ്ദേശം എപ്പോഴും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അവരെ ചിന്തിപ്പിക്കുക, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, പ്രേക്ഷകന് ഒരു നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് നൽകുക. അതിനപ്പുറത്തേക്ക് ഒരു ഇന്റൻഷൻ ഒരു സിനിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡയലോഗ് അടിച്ച മഹാൻ എടുത്ത പടത്തിന്റെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. 2025 നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് കാത്തിരുന്ന പടം. 3 പ്രൊഡക്ഷൻ ഹൗസ്, ഗോകുലം ഗോപാലൻ, ലൈക്ക ഫിലിംസ്, ആശീർവാദ്, 3 പേരും കൂടി 170 കോടിക്ക് പണി നമ്മുടെ മുമ്പിലേക്ക് വിട്ട ഒരു ബ്രഹ്മാണ്ഡം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വിട്ട ഐറ്റം എമ്പുരാൻ. ലാലേട്ടൻ, പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ, ലൂസിഫറിന്റെ സീക്വല്, അങ്ങനെ കൊടൂര ഹൈപ്പും. ബുക്ക് മൈ ഷോയിൽ നമുക്കറിയാം തുടക്കം ബുക്കിംഗ് ഓപ്പൺ ആയപ്പോഴേ നിന്ന് കത്തി. ഇന്ത്യൻ സിനിമകളിൽ തന്നെ റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് എമ്പുരാൻ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സിനിമ, ആ സിനിമയ്ക്കകത്ത് എന്താണ് ഇങ്ങേര് കുത്തിവെച്ച് നമ്മുടെ മുമ്പിലേക്ക് വിട്ടത്? ഇന്റൻഷനലി പൊളിറ്റിക്സ് പറഞ്ഞൊരു സിനിമയായിരുന്നു എമ്പുരാൻ. നമുക്കറിയാം ഗുജറാത്ത് കലാപം, ആ കലാപത്തിന് 2 വശമുണ്ട്. ഒരു വശം മാത്രമാണ് നമ്മൾ എമ്പുരാൻ സിനിമയ്ക്കകത്ത് കണ്ടത്. തുടക്കം ഒരു ട്രെയിൻ കത്തുന്നതായിട്ട്, ഗോദ്രയിലെ ട്രെയിൻ കത്തുന്ന ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അത് ആര് കത്തിച്ചു, എന്തിന് കത്തിച്ചു, എന്തിനു വേണ്ടി കത്തിച്ചു എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആരാണ് അതിൽ ബലിയാടുകളായത്, ഏത് വിഭാഗമാണ് തിരിച്ചു ചെയ്തത്, ഇതൊന്നും കാണിക്കാതെ ഒരു വിഭാഗം ആളുകളെ മാത്രം മോശമായിട്ട് ഇന്റൻഷനലി ചിത്രീകരിച്ച് ഒരു സിനിമ ഇറക്കി വിടുക. ആ പരിപാടി ചെയ്തിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം, ഞാനൊക്കെ വളരെ ആകാംക്ഷയോട് വെയിറ്റ് ചെയ്ത സിനിമയാണ്. കാര്യം മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യലി ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പ് നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. അങ്ങനെ തുറന്ന് കാണിക്കാൻ നമുക്ക് പറ്റിയില്ല. 500 കോടിയെങ്കിലും മാക്സിമം അടിക്കേണ്ട സിനിമ. ആ സിനിമ ഇറങ്ങി മിക്സഡ് ടു നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ ഏത് റെസ്പോൺസ് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ 250 കോടി കിട്ടി. ഇതിൻ്റെ അണിയറ പ്രവർത്തകരും ഇതിൻ്റെ ഫാൻസും എല്ലാവരും, ലാലേട്ടൻ ഫാൻസും ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് വൻ വിജയമാണ്, 250 കോടിയുണ്ട്, മമ്മൂക്കൊക്കെ 250 കോടിയുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ച് വന്നെന്ന് വരാം. പക്ഷേ ആ സിനിമയെ സംബന്ധിച്ച് ആ 250 കോടി പോലും കിട്ടത്തില്ലായിരുന്നു. അത് ലാലേട്ടൻ്റെ, പൃഥ്വിരാജിൻ്റെ ആരുടെ പവറല്ല, ഇതിനകത്ത് ഒളിച്ച് കടത്തിയ രാഷ്ട്രീയത്തിൻ്റെ പവറാണ്. അത് നിന്ന് കത്തി. സിനിമ ഇറങ്ങി അതിനൊരു മിക്സഡ് റെസ്പോൺസ് വന്നപ്പോൾ ഇതിനകത്തുള്ള പ്രൊപ്പഗണ്ടയെ കത്തിക്കാൻ ഇവർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു പലർക്കും സാധിച്ചു. ആ സാധിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒന്നാ കണ്ടു കളയാം എന്ന രീതിയിൽ ആളുകൾ പോയി ടിക്കറ്റ് എടുത്തതാണ് ഈ പടം 250 കോടിയിലേക്ക് എത്തിയത്. അല്ലാണ്ട് വേറൊന്നുമല്ല. ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലി മൊത്തം കൊണ്ട് തൊലച്ചൊരു പടം. അങ്ങനൊരു പടം, ഇൻറ്റൻഷനലി ആർട്ടിനെ ഉപയോഗിച്ചൊരു പടം, ഇൻറ്റൻഷനലി പൊളിറ്റിക്സ് പറയാൻ വേണ്ടി എടുത്തൊരു പടം, ഇൻറ്റൻഷനലി ഒരു വിഭാഗം ആളുകളെ മാത്രം മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി എടുത്തൊരു പടം, ഇൻറ്റൻഷനലി ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ മോശമാണെന്ന് ആളുകളുടെ മനസ്സിൽ തോന്നിപ്പിക്കാൻ വേണ്ടി എടുത്ത പടം. അങ്ങനെ എടുത്തൊരു പടം. ആ പടത്തിന് ഡയറക്ടർ ഇരുന്ന് പറയുവാണ്, നമ്മൾ പൊളിറ്റിക്സ് ഇൻറ്റൻഷനലി പൊളിറ്റിക്സിന് വേണ്ടി ചെയ്യരുത്. സിനിമയിൽ ആർട്ടിന് വേണ്ടി പൊളിറ്റിക്സ് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ആർട്ടിന് വേണ്ടി പൊളിറ്റിക്സ് വന്നൊരു പടമാണ് അവിടെ എമ്പുരാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞേക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും അങ്ങേരെടുത്ത ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയും കൂടി വെച്ച് നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കമൻറ്റ് ബോക്സിൽ ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. രണ്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.